നമസ്കാരം. സുദീപ് സെന്നിന്റെ ദ കേരള സ്റ്റോറി ഇറങ്ങിയ സമയം, ആ സമയത്ത് അന്നത്തെ ബി.ജെ.പിയുടെ അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അന്ന് മാധ്യമങ്ങളോട് കെ സുരേന്ദ്രൻ പറഞ്ഞത് സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി എന്നുള്ളതാണ്. അങ്ങനെ സിനിമ കേരളത്തിൽ ഇറങ്ങുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷെ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് അധികം ആരും പോയില്ല എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. തിയേറ്ററിൽ വലിയ രീതിയിൽ തന്നെ തകർന്നടിഞ്ഞ ഒരു സിനിമയായിരുന്നു ദ കേരള സ്റ്റോറി. സിനിമ ഓടിയ തിയേറ്റർ ഉടമകൾക്കൊക്കെ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി കൊടുത്ത ഒരു സിനിമ കൂടിയാണ് കേരള സ്റ്റോറി. അല്ലെങ്കിലും സംഘപരിവാരങ്ങൾ പിന്തുണയ്ക്കുന്ന സിനിമകളുടെ അവസ്ഥ അങ്ങനെ ആയില്ലെങ്കിലേ അതിശയമുള്ളൂ. അങ്ങനെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച സംഘപരിവാരങ്ങൾക്കും അവസാനം മനസ്സിലായി ഈ പരിപ്പ് ഈ കലത്തിൽ വേവില്ല എന്ന്. ഇപ്പതാ ബി.ജെ.പിക്കാരൊക്കെ കൂട്ടത്തോടെ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എമ്പുരാന്റെ പേരിൽ ബി.ജെ.പിക്ക് അകത്ത് തന്നെ രണ്ട് പക്ഷമാണ്. ഒരു വിഭാഗം കാണാൻ പോകണ്ട എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം കാണാൻ പോകും എന്നാണ് പറയുന്നത്. ഇതിൽ ഏതൊക്കെ പക്ഷത്തിനൊപ്പമാണ് ആരൊക്കെ നിൽക്കുന്നത് എന്ന് നോക്കിയാണ് മാധ്യമങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പിയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് സിനിമ കാണാൻ പോകുമെന്ന്. രാജീവ് ചന്ദ്രശേഖറിനെ പോലും ബി.ജെ.പിയുടെ പ്രവർത്തകർ അതുപോലെ തന്നെ സംഘപരിവാരങ്ങൾ എടുത്തുടുക്കുന്ന കാഴ്ച നമ്മളെയൊക്കെ അതിശയിപ്പിച്ച ഒന്ന് തന്നെയാണ്. മാത്രവുമല്ല, ഇന്ന് ജോർജ് കുര്യൻ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. മാധ്യമങ്ങൾ എമ്പുരാനുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോ ജോർജ് കുര്യൻ പറയുന്നു, അതായത് സിനിമ ഞാൻ കാണും എന്നാണ് പറയുന്നത്. കാരണം സംഘപരിവാരങ്ങൾ എമ്പുരാനെതിരെ നടത്തിയ ആ വലിയ ഡീഗ്രേഡിംഗ് ക്യാമ്പയിൻ, ഹേറ്റ് ക്യാമ്പയിൻ, അതൊക്കെ സംഘപരിവാരങ്ങൾക്കും ബി.ജെ.പിക്കും ക്ഷീണം ചെയ്തിരിക്കുന്നു എന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു. രമേശ് പറഞ്ഞു സിനിമയാണ്, അത് കാണണം. അത് സംസ്ഥാന പ്രസിഡന്റ് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. അതായത് കാണണം എന്നാണ് രണ്ടുപേരും പറഞ്ഞത്. അതല്ലാതെ ഒന്നും എനിക്കറിയില്ല. ഇനിയും ലാലേട്ടനെതിരെ എമ്പുരാനെതിരെ ഡീഗ്രേഡിംഗുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മലയാളികൾ തേച്ചൊട്ടിക്കുമെന്നും നിലം തൊടിയിക്കില്ല എന്നും ഇവർക്ക് മനസ്സിലായിരിക്കുന്നു. അങ്ങനെ ബി.ജെ.പി ഭയന്നിരിക്കുന്നു, അവർ പേടിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഏതെങ്കിലും ഒരു ബി.ജെ.പി നേതാവ് ഈ സമയം വരെ അതിശക്തമായിട്ട് ഈ സിനിമയ്ക്കെതിരെ സംസാരിച്ച് നമ്മൾ കേട്ടോ? ഇല്ല. എല്ലാവരും തൊട്ടില്ല എന്ന രീതിയിലാണ് സംസാരിച്ചത്, അല്ലെ? പിന്നെ ചില ചെറിയ കുഞ്ഞു വേട്ടാവളിയന്മാരായിട്ടുള്ള ചില സംഘികളുണ്ട്. അവരൊക്കെ എന്തൊക്കെയോ പ്രതികരണമൊക്കെ നടത്തി. നമ്മുടെ രാജുവിനെതിരെ ഈ പറയുന്നത് പോലെ രാജുവിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ISIസുമായിട്ട് ബന്ധമുണ്ടോ, അതുപോലെ തന്നെ അങ്ങനെ പല രീതിയിലുള്ള ഒരു വിദ്വേഷ പ്രചാരണമൊക്കെ നടത്തി. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ മൂത്ത ഒരു സംഘികളും ഇതുവരെയും ഒരു പ്രതികരണം രേഖപ്പെടുത്താത്ത വേറൊന്നും കൊണ്ടല്ല, ലാലേട്ടൻ ഫാൻസിന്റെയും മലയാളികളുടെയൊക്കെ നല്ല പവർ നന്നായി തന്നെ ഇവർക്കറിയാം. അതുകൊണ്ട് അങ്ങ് ഉത്തരേന്ത്യയിൽ കളിക്കുന്ന കളി ഇവിടെ കളിക്കാൻ പറ്റില്ല എന്നറിയാം. നോക്കൂ, ഈ സിനിമയ്ക്കെതിരെ ഇത്രയധികം ഡീഗ്രേഡിംഗ് നടത്തിയിട്ടും ആ സിനിമ കാണാനായിട്ട് ആളുകൾ പോകാത്ത സാഹചര്യമല്ല. ആ സിനിമ കാണാൻ ആളുകൾ ഇടിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? 2 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലാണ് സിനിമ കയറിയത്. ഇതൊക്കെ കണ്ട് കുരുപൊട്ടി ഇതെന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്, എന്താ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് RSSന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ മോഹൻലാലിനെതിരെയും പൃഥ്വിക്കെതിരെയും സിനിമയ്ക്കെതിരെയൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ അതുകൂടി ഒന്ന് വായിക്കാം കേട്ടോ. അതായത് ഇങ്ങനെയാണ് ആ മുഖപത്രത്തിൽ പറയുന്നത്: എമ്പുരാൻ വെറും ഒരു സിനിമയല്ല, ഇതിനകം തന്നെ തകർന്ന ഇന്ത്യയെ കൂടുതൽ വിഭജിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഹിന്ദു വിരുദ്ധ ബി.ജെ.പി വിരുദ്ധ ആഖ്യാനം പ്രചരിപ്പിക്കുന്നതിനുള്ള മാധ്യമമാണിത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ബി.ജെ.പിക്ക് നമ്മുടെ ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം എഴുതി കൊടുത്തിട്ടുണ്ടെന്ന്. ബി.ജെ.പിക്ക് ഹിന്ദുക്കളുടെ ഒരു അട്ടിപ്പേർ അവകാശവും എഴുതി കൊടുത്തിട്ടില്ല എന്ന കാര്യം ഒന്ന് എടുത്തു പറയാണ്. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതിപ്പോ RSS ആണെങ്കിലും ഏത് ആണെങ്കിലും. ഇനി അത് കഴിഞ്ഞ ശേഷം പറയുകയാണ്, ചിത്രത്തിൽ മോഹൻലാലിന്റെ പങ്കാളിത്തം അദ്ദേഹത്തിന്റെ ആരാധകരോടുള്ള വഞ്ചനയാണ്. സിനിമയെ സിനിമയായിട്ട് കാണാൻ പഠിക്കണം. കൂടാതെ പൃഥ്വിരാജ് സുകുമാരന്റെ രാഷ്ട്രീയ അജണ്ട ഓരോ ഫ്രെയിമിലും വ്യക്തമാണ്. സാമൂഹിക ഐക്യത്തിന് ഹാനികരമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സിനിമയെ ഉപകരണമാക്കി ഉപയോഗിക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര ആയുധമാണിത്. പൊതുജനങ്ങൾ, പ്രത്യേകിച്ച് മോഹൻലാലിനെ ആരാധിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾ സിനിമയുടെ ഉള്ളടക്കത്തെ വിമർശനാത്മകമായി കാണുകയും അതിന്റെ രാഷ്ട്രീയ അർത്ഥങ്ങൾ തിരിച്ചറിയുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും ഓർഗനൈസർ ഇങ്ങനെ പറയുകയാണ്. നോക്കൂ, ലാലേട്ടൻ ആരാധകരൊക്കെ തന്നെ സിനിമ കാണാൻ ഇടിച്ചു കയറി കണ്ടു കഴിഞ്ഞു. രാഷ്ട്രീയം മുഴുവൻ മാറ്റി വെച്ചുകൊണ്ട് അവർ സിനിമ കണ്ടു കഴിഞ്ഞു. മാത്രമല്ല, സിനിമ കണ്ട ഒരാൾ പോലും, ഒരു ലാലേട്ടൻ ആരാധകൻ പോലും, പോട്ടെ ഒരു ബി.ജെ.പിക്കാരനായിട്ടുള്ള ലാലേട്ടൻ ആരാധകൻ പോലും സിനിമ മോശമാണെന്ന് പറഞ്ഞ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവർക്ക് ഈ ഗോത്ര തീവെപ്പ്, അതുപോലെ തന്നെ ഗുജറാത്ത് കലാപം, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഈ സിനിമയിൽ വന്നു പോകുന്ന ചില സീനുകൾ, അതാണ് ഇവരെ ചൊടിപ്പിച്ചിട്ടുള്ളത്. ആ സിനിമയിൽ എവിടെയാണ് ഡയറക്റ്റ് ആയിട്ട് ഇത് ഗുജറാത്ത് കലാപമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ഗോത്ര തീവെപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചില പത്ര കട്ടിങ്ങുകളൊക്കെ സിനിമ തുടങ്ങി അങ്ങ് പോകുമ്പോൾ കാണിക്കുന്നുണ്ട്.
അപ്പോ ഈ സിനിമയിലെ പൃഥ്വിരാജ് അവതരിപ്പിച്ച മസൂദ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ആ ഒരു ചെറുപ്പകാലം കാണിക്കുമ്പോഴാണ് ഈ സീനുകളൊക്കെ കാണിക്കുന്നത്. 90 കാലഘട്ടത്തിലെ കുറെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ കാണിക്കുമ്പോൾ വംശഹത്യയെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ വംശഹത്യയെ കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് ഗുജറാത്ത് കലാപത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് എഴുതാൻ കഴിയുക? ഇനി 80 കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സിഖ് കലാപത്തെ കുറിച്ച് നമ്മൾ പറയേണ്ടിയിരിക്കും. ഈ വംശഹത്യയെ കുറിച്ച് പറയുമ്പോൾ 2 കാര്യങ്ങളാണ്, ഒന്ന് സിഖ് കലാപം, ഒന്ന് ഗുജറാത്ത് കലാപം. അങ്ങനെ പറയുമ്പോൾ അതിനൊക്കെ ചുക്കാൻ പിടിച്ചവരെ പറ്റി പറയണ്ടേ? സംഘപരിവാരങ്ങളെ കുറിച്ചും BJP യെ കുറിച്ചും പറയണ്ടേ? അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പറയാൻ കഴിയുമോ? അപ്പോൾ തുറന്ന് വളരെ ധൈര്യത്തോടെ ഒരു വലിയ സിനിമ ടീം രംഗത്തേക്ക് വന്ന വസ്തുതകൾ തുറന്നു കാട്ടുമ്പോൾ എന്താണ് ഇത്ര അസഹിഷ്ണുത എന്നാണ് ചോദിക്കുന്നത്. എന്താ ആ സിനിമ കണ്ടപ്പോൾ തന്നെ മനസ്സിലായതോ അത് ഞങ്ങളെ കുറിച്ചാണ്, ഞങ്ങളെ കുറിച്ച് മാത്രമാണെന്ന് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് വലിയൊരു ഭാഗ്യമാണ്. ഒരു ഭാഗത്തിൽ പോലും ഇത് BJP-ക്കാരാണ് അല്ലെങ്കിൽ സംഘപരിവാരങ്ങളാണ് എന്ന് പറയുന്നില്ല. പക്ഷേ അത് ഞങ്ങളാണ് എന്ന് പല മൂത്ത സംഘികൾക്ക് മനസ്സിലായി എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇപ്പൊ ഈ സിനിമയെ തകർക്കാൻ വേണ്ടി തച്ചിനിരുന്നാണ് പല സംഘികളും ഇരുന്നിങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അകത്ത് സംഘപരിവാർ രാഷ്ട്രീയം സൂക്ഷിച്ചിരുന്ന പല ആളുകളും അങ്ങ് വിങ്ങിപ്പൊട്ടി ഈ സാധനം അങ്ങ് പുറത്തേക്കിടുന്ന സാഹചര്യം ഉണ്ട്. അങ്ങനെ പലർക്കും പല സംഘികളെയൊക്കെ തിരിച്ചറിയാൻ ഈ സിനിമ ഉപകരിച്ചു എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇപ്പം അഖിൽമാരാര് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന സിനിമ BJP-ക്ക് വലിയ ഗുണമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് ഇടുന്ന സാഹചര്യം ഉണ്ട്. അവസാനം ഇവന്റെ സംഗീതനെ മനസ്സിലായപ്പോ ഞാൻ സംഘിയല്ല ഞാൻ സംഘികൾക്കെതിരെ സംസാരിച്ചിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പല സംഘികളുടെയും പ്രധാനപ്പെട്ട ഒരു നമ്പർ തങ്ങൾ സംഘികളല്ല എന്ന് കാണിക്കലാണ്. തങ്ങൾ സംഘികളല്ല എന്ന് കാണിച്ചുകൊണ്ട് സംഘിത്തരം കാണിക്കലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘികളുടെ ഏറ്റവും വലിയ കള്ളത്തരം എന്ന് പറയുന്നത്. ആ കള്ളത്തരം മുഴുവനായിട്ട് അഖിൽമാരാരിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് കൈയോടെ പിടികൂടി കഴിഞ്ഞപ്പോൾ അഖിൽമാരാര് ഞാൻ സംഘിയല്ലേ എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അതെന്തോ ആവട്ടെ. അപ്പോ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ സിനിമ ദശലക്ഷക്കണക്കിന് ആളുകൾ കാണുമ്പോൾ വസ്തുതകൾ തിരിച്ചറിയുമ്പോൾ BJP-ക്ക് നന്നായി നോവുന്നേ. BJP എന്ന് പറയുന്ന പാർട്ടി നടന്നു വന്ന വഴികൾ ഏറെക്കുറെ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ അവർക്ക് വല്ലാതെ നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്നെ ഏറ്റവും ചിരിപ്പിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ, ജോർജ് കുര്യൻ പറയുന്നുണ്ട് സിനിമ കാണട്ടെ, BJP-യെ കുറിച്ച് വീടുകളിലൊക്കെ ചർച്ച ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അടുത്ത തവണ ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള നേട്ടം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. മാത്രമല്ല ലാലേട്ടൻ തുടക്കം വില്ലനായിട്ടല്ലേ വന്നത്, ആ നെഗറ്റീവ് വില്ലനായിട്ട് വന്നിട്ട് പിന്നീട് പോസിറ്റീവായി സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറിയില്ല, അങ്ങനെ തന്നെ BJP ആയി മാറും, ഇതൊക്കെയാണ് പറയുന്നത്. എന്തോ ആവട്ടെ, എന്ത് പറയാനാണ്. അപ്പോ എന്തായാലും ഈ സിനിമ ശരിക്കും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഈ പല ഡീഗ്രേഡിങ് നടത്തുന്ന ടീമുകളുടെയൊക്കെ വാക്ക് കേട്ട് നിങ്ങൾ ഈ ഒരു വലിയ ദൃശ്യ അനുഭവം മിസ്സാക്കരുത്. രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് സിനിമയായിട്ട് കണ്ടാൽ ഗംഭീരം എന്ന് പറയാതെ വയ്യ. എന്നാൽ ഇത് രാഷ്ട്രീയപരമായിട്ട് കാണുന്നവർക്ക് അങ്ങനെയും കാണാം. എല്ലാ രീതിയിലും എല്ലാ പ്രേക്ഷകരെയും നല്ല രീതിയിൽ തന്നെ പിടിച്ചിരുത്താനും അതുപോലെ തന്നെ അവരെ ത്രില്ലടിപ്പിക്കാനും ഒക്കെ പാകത്തിന് സിനിമയിൽ ഗംഭീരമായി തന്നെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഡയറക്ടർ ഒരു നല്ല ഒരു പ്രൊഡക്റ്റ് അതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് നടക്കുന്നത്. കങ്കുവ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷക പ്രതികരണം എടുത്തിട്ട് അത് എമ്പുരാന്റെ പ്രതികരണമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഡൽഹിയില് കുറെ തിയേറ്ററുകളിലേക്ക് ഏറ്റവും ഫ്രണ്ടിലുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഒരൊറ്റ ടിക്കറ്റ് ഒരു 10-100 പേര് പോസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അതുപോലെ തന്നെ വേറെ തെറ്റിദ്ധാരണ എങ്ങനെയാണ്, അതായത് സെൻസർ ബോർഡ് ഈ സിനിമ മൊത്തത്തിൽ ബാൻ ചെയ്യും, പല സീനുകളും കട്ട് ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങ് പറ്റിക്കുക. അങ്ങനെ തുടങ്ങി നിരവധി രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ സിനിമയ്ക്കെതിരെ നടക്കുന്നുണ്ട്. എന്തായാലും എല്ലാ വ്യാജ പ്രചരണങ്ങളും തകർത്തെറിഞ്ഞുകൊണ്ടാണ് സിനിമ കേരളത്തിൽ മുന്നേറുന്നത്. മാത്രമല്ല കേട്ടോ, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഉത്തരേന്ത്യയിലൊക്കെ സിനിമ പരാജയപ്പെടും, സിനിമ കാണാൻ ആരും പോകില്ല എന്നാണ് പറയുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് തിയേറ്ററുകളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കും, എല്ലാ തിയേറ്ററുകളിലും എക്സ്ട്രാ ഷോസ്. മാത്രമല്ല സൽമാൻ ഖാൻ ഒരു പടം ഇറങ്ങുന്നുണ്ട്, സിക്കിന്റെ 30-ാം തീയതിയാണ് ആ പടം റിലീസ് ആവുന്നത്. ആ സിനിമയ്ക്ക് പോലും ഇല്ലാത്ത രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് ആണ് എമ്പുരാൻ സിനിമയ്ക്ക് കിട്ടുന്നത്. എമ്പുരാൻ സിനിമ കാണാൻ അവരും പോകുന്നു, അവരും വലിയ രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള റിവ്യൂസ് ഒക്കെയാണ് നിലവിൽ എഴുതിയിടുന്നത്. അതായത് ഇവിടെ ഇരുന്ന് സംഘികൾ കിടന്ന് നിലവിളിക്കുന്നത് പോലൊന്നുമല്ല. എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും സിനിമ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നു. ആഗോള തലത്തിൽ സിനിമ വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടാക്കിക്കൊണ്ട് നല്ല പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും കേരളത്തിന് അപമാനമായി ചില സംഘികൾ, കേരളത്തിലെ മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു വലിയ നേട്ടം കൈവരിച്ചുകൊണ്ട് ഒരു സിനിമ മുന്നേറുമ്പോൾ ആ സിനിമയ്ക്കെതിരെ ചില കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് കാണിച്ചു കൂട്ടുന്ന തോന്നിവാസത്തെ ഏത് പേരിട്ട് വിളിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരം ഈ നമുക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കുന്ന ചില നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നവന്മാരെ ഒന്നേ പറയാനുള്ളൂ, എന്തോന്നടേ വല്ലാത്തൊരു ജന്മം തന്നെയാണ്.
ഇതിനെയൊക്കെയാണ് ദുരന്തോസ്കി എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.